ഈ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറ് വശത്തെ കിഴക്കൻ കുട്ടനാട്, അത് CMS കോളേജ് ആയാലും കോട്ടയത്തുള്ള എല്ലാ കോളേജുകളിലും ആ കാലത്ത് എടുത്തുപോയി. പല കോളേജുകളിലും ഞാൻ കണ്ടിട്ടുള്ളത്, പലരും വന്ന് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് തന്നെ എന്നെ തന്നെ കണ്ട് സംസാരിച്ചിട്ടുള്ളതും ഞാൻ നേരിട്ട് ഇടപെടാൻ ശ്രമിച്ചിട്ടുള്ളതുമായ പല കാര്യങ്ങളിലും മനസ്സിലാവുന്ന ഒന്ന്, ഈ ദളിത് ജനത തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ പോലും ദളിത് കുട്ടികൾക്കുള്ള സീറ്റ് കോളേജിൽ, പ്രത്യേകിച്ച് ആ കാലത്ത് കൊമേഴ്സും അതുപോലുള്ള വിഷയങ്ങൾക്ക് വലിയ അഡ്മിഷൻ കിട്ടാൻ വലിയ പ്രയാസമുണ്ടായിരുന്ന കാലത്ത് ദളിത് കുട്ടികളെ വിവരം അറിയിക്കാതെ അവയൊക്കെ ജനറൽ സീറ്റാക്കി മാറ്റുകയും ചിലത് അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നേരെ കാശ് വാങ്ങി സീറ്റ് നൽകുകയും ചെയ്ത കേസുകൾ എൻ്റെ മുമ്പിൽ തന്നെ ഞാൻ അന്വേഷിക്കാൻ പേഴ്സണൽ രീതിയിലും പോയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റുകളെ അറിയിച്ചിട്ടുണ്ട്. അതൊന്നും ചെയ്തു. നേരെ മറിച്ച് മറ്റ് ജാതി വിഭാഗങ്ങളുടെ സീറ്റുകളിലല്ല ഇത് ചെയ്യുന്നത്. അങ്ങനെ ദളിത് ജനവിഭാഗങ്ങൾക്ക് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകൾ കച്ചവടം ചെയ്യുക എന്നുള്ള രീതി പ്രൈവറ്റ് കോളേജുകളിൽ കോട്ടയത്ത് നേരിട്ടുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. കോളേജിലെ അധ്യാപകർ ഇൻഫോം ചെയ്തതിൻ്റെ ഫലമായിട്ട് അങ്ങനെ പോയി പ്രിൻസിപ്പൽമാരോട് സംസാരിക്കുകയും ഏറ്റുമുട്ടുകയും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രൊഫസർ സുഖ്ദേവ് തോറാട്ട് UGC ചെയർമാനായിരുന്ന കാലത്ത് കേരളത്തിലെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുമുള്ള റിസർവേഷൻ്റെ പലയിടത്തും തീരെ ഇല്ല എന്നുള്ള സ്ഥിതി കോളേജുകളിൽ പലതും, മാനേജ്മെൻറ്റ് കോളേജുകളിൽ പ്രത്യേകിച്ച്, സാമൂഹ്യനീതിയുടെ അംശം ഒരു വിധത്തിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നടത്തിപ്പിൽ അതിൻ്റെ ഒരു പരിഗണനാ വിഷയം പോലും ആവുന്നില്ല എന്നുള്ള കാര്യം അന്നത്തെ രീതിയിൽ നമുക്ക് കിട്ടാവുന്ന കണക്കുകൾ വെച്ച് പ്രൊഫസർ KM സീരിയും MB വിജിലാലും അതുപോലുള്ള ആൾക്കാരുടെയൊക്കെ സഹായത്തോടും ഞാനും വിജിലാലും ഡൽഹിയിൽ പോയി സുഖ്ദേവ് തോറാട്ടിനെ കണ്ട് സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ അദ്ദേഹത്തിന് മുമ്പിൽ നിരത്തുകയുണ്ടായി. പരിതാപകരമായിട്ടുള്ള അവസ്ഥ എന്നുള്ളത്. ഇന്ന് ധാരാളം ദളിത് സാറിന്റെ മൈക്ക് മ്യൂട്ടായി പോയി. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം പക്ഷേ കുറെ സമയമായോ? ഇല്ല, UGC അന്ന് പ്രൊഫസർ തോറാട്ടൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്ത് കേരളത്തിലെ കോളേജുകൾക്കൊക്കെ നോട്ടീസ് അയക്കുകയുണ്ടായി, എന്തുകൊണ്ട് റിസർവേഷൻ പാലിക്കുന്നില്ല എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ സംസ്ഥാന ഗവൺമെൻറ്റിനേക്കാളും അധികാരമുള്ള ശക്തികളാണ് പ്രൈവറ്റ് കോളേജുകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തന രീതികൾ അത്തരം മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ വ്യവസ്ഥയ്ക്ക് പുറത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായിട്ടാണ് പലപ്പോഴും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത്, അതിൽ പ്രൈവറ്റ് മേഖലയാണ് വളരെ പ്രമുഖമെന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള ഒരു മേഖല ഈ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള പ്രൊവിഷൻസ് നടപ്പാക്കാതെ ഇരിക്കുന്ന രീതിയാണ് കാണുന്നത്. കുറച്ചുകൂടി ബ്രോഡറായി മറ്റ് സംസ്ഥാനങ്ങളെയും ഡൽഹിയെയും ഒക്കെ ഉൾപ്പെടുത്തി സംസാരിക്കുകയാണെങ്കിൽ പല വിധത്തിലുള്ള മാർജിനലൈസേഷനാണ് നടക്കുന്നത്. അത്
ഇപ്പോഴും വേദനയോടുകൂടി മാത്രമേ സംസാരിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ തന്നെ വിദ്യാർത്ഥികൾ ജയിലിൽ ഇപ്പോഴും കഴിയുന്ന അവസ്ഥ, പല വിധത്തിലുള്ള ഇൻറ്റിമിഡേഷൻ, സർവൈലൻസ്, എല്ലാ വിധത്തിലും ഈ അറിവിൻ്റെ രംഗത്ത് പ്രമുഖരായിരിക്കുന്നവർ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള അറിവും ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി കഴിയുന്നത്ര കൂട്ടി വായിക്കാൻ ശ്രമിക്കുന്നവർ, അതിൽ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവർ, അവയെ അകറ്റി മാറ്റുന്ന ഒരു വ്യവസ്ഥ, അവർ ജയിലിലിടുക എന്നൊക്കെ ഉള്ളത് നേരിട്ട് നടക്കുന്ന ഒരു പ്രക്രിയ. പക്ഷെ പല വിധത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് പുറന്തള്ളുന്ന സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. JNUവിൻ്റെ ഒക്കെ എൻ്റെ അനുഭവം കാണിക്കുന്നത് അതാണ്. ആ പുറത്താക്കൽ എന്ന് പറയുന്നത് കുറേയൊക്കെ അതിന് ആഗോളതലത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്തിൻ്റെ യൂണിവേഴ്സിറ്റികളുടെ തന്നെ മാറ്റവുമായിട്ടൊക്കെ ബന്ധമുണ്ട്. തീരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമല്ല അത്. ഒരു നവലിബറൽ യൂണിവേഴ്സിറ്റി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത അധികാരി വർഗങ്ങളുടെ തലത്തിൽ വളരെ കാലമായി നടക്കുന്ന, 70-കൾ തൊട്ട് ശക്തമായി നടക്കുന്നതാണ്. മാർഗരറ്റ് താച്ചറൊക്കെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ് എടുത്തവരാണ് എന്ന് നമുക്കറിയാം. ബ്രിട്ടനിലെ യൂണിവേഴ്സിറ്റികളുടെ പല ലെവലിലുള്ള പ്രൈവറ്റൈസേഷനും ഒക്കെ നടന്നത് ആ സമയത്താണ്. അത്തരം യൂണിവേഴ്സിറ്റികൾ വിഭാവനം ചെയ്യുന്നത് യൂണിവേഴ്സിറ്റികൾക്ക് കാശ് കൊണ്ടുവരുന്ന അധ്യാപകരെ നിയമിക്കുക എന്നുള്ളത്, പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നവരെ, അറിവ് കൊണ്ടുവരുന്നവരല്ല, അറിവിൻ്റെ മേഖലയിൽ ഇടപെടുന്നവരല്ല പ്രധാനമായി. കാരണം എല്ലാ പ്രോജക്റ്റുകളും കാര്യമായിട്ടുള്ള സബ്സ്റ്റാൻറ്റീവായിട്ടുള്ള അറിവുൽപാദനത്തിനുള്ള ഉപാധികളായിക്കൊള്ളണമെന്നില്ല. അവ ധനകാര്യമായിട്ട് ബന്ധപ്പെട്ട സംഗതികളായി മാറുന്നു. നവലിബറലിസത്തിൻ്റെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വശമാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയെ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ രംഗത്താകമാനം അത് ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഈ സ്കാറ്ററിങ് ഓഫ് ദി വെരി പ്രൊഡക്ഷൻ ഓഫ് നോളജ് എന്നുള്ളത്, അതിൽ സ്ഥിരമായിട്ടുള്ള അധ്യാപനവും വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഏർപ്പെടാനുള്ള സൗകര്യവും എന്നുള്ളതിലുപരിയായിട്ട് വളരെ കോൺട്രാക്ച്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ ഗസ്റ്റ് ടീച്ചേഴ്സ് ആയിരിക്കും കൂടുതലായി കാണുക. രാഷ്ട്രീയമായി നവലിബറൽ യൂണിവേഴ്സിറ്റികളുടെ പ്രമുഖമായിട്ടുള്ള ഒരു വശം അത് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ അണ്ടർമൈൻ ചെയ്യുന്നതിലും മുൻപന്തിയിൽ നിൽക്കും. നേരെ മറിച്ചായിരിക്കണം ഒരു യൂണിവേഴ്സിറ്റി, പക്ഷേ അങ്ങനെയായിരിക്കും. നിങ്ങൾക്കറിയാം, നവലിബറലിസത്തിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലക്ഷ്യം മിനിമം ഗവൺമെൻറ് എന്നുള്ളതാണ്. ഞാൻ സാധാരണ വളരെ കാലമായി പറയുന്ന ഒരു സംഗതിയാണ് നവലിബറലിസത്തിൻ്റെ പറയാതുള്ള, പക്ഷേ അതിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മുദ്രാവാക്യം മാക്സിമം ഗവൺമെൻറ് കൂടിയാണ്. അതുകൊണ്ടാണ് പിനോഷയോ റേഗനോ താച്ചറോ ഒക്കെ അതിൻ്റെ വക്താക്കളായി വരികയും ചെയ്യുന്നത്. ഹയക്കനും ഫ്രീഡ്മാനെയൊക്കെ പോലുള്ള നവലിബറൽ ചിന്തയുടെ പ്രണേതാക്കൾക്ക് ഈ നീതി എന്ന് പറയുന്ന ഒരു സങ്കല്പവുമായി യാതൊരു ബന്ധവുമില്ല. അവരുടെ ഡിക്ഷണറിയിൽ ഇല്ലാത്തൊരു പദമാണ് ജസ്റ്റിസ് എന്നുള്ളത്. നമ്മൾ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതിയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു പരിഗണനയില്ല. അവർക്ക് മിനിമം ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു മാക്സിമം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റിയാണ്. ശക്തമായിട്ടുള്ള സൈനിക ശേഷിയും, ജനാധിപത്യങ്ങളിലാണെങ്കിൽ അതത് ജനതയെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുള്ള ഭരണകൂടം. അതുകൊണ്ടാണ് സ്ട്രോങ് ലീഡേഴ്സിന് ആവശ്യമായിട്ട് വരുന്നത്.
നമ്മുടെ നാട്ടിലടക്കം അതിനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുന്നത്. അവരുടെയൊക്കെ ഇനീഷ്യേറ്റീവിൽ തന്നെ ഒരു സ്ട്രോങ് ഗവൺമെൻറ്, വളരെ സർവൈലൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പുതിയ ടെക്നോളജീസ് ഉപയോഗിക്കുന്ന കടുത്ത വലതുപക്ഷ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നവലിബറൽ കാലഘട്ടം സൃഷ്ടിക്കുന്നത്. അവിടെ യൂണിവേഴ്സിറ്റികൾ പരമ്പരാഗതമായി 2 തരത്തിലുള്ള പങ്കും വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഗ്രാംഷിയൊക്കെ വളരെ വിശദമായി പരിശോധിച്ചിട്ടുള്ളതാണ്. ഭരണകൂടത്തിൻ്റെ തന്നെ ആശയ സംഹിതകൾ ഉൽപ്പാദിപ്പിക്കുകയും ഭരണകൂടത്തെ നിലനിർത്താനുള്ള ആധിപത്യ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് അധികാര വ്യവസ്ഥയുമായി വളരെ അടുത്ത് നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് യൂണിവേഴ്സിറ്റികൾ. മറിച്ച് നോളജ് എന്നുള്ളത് തന്നെ അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ മേഖല നിശ്ചയമായും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ആഭിമുഖ്യം, ക്രിട്ടിക്കലായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള മേഖലയുമാണ്. ഈ അറിവിൻ്റെ മേഖലക്കുള്ള ഈ ഒരു ഡയലക്റ്റിക്സ് വളരെ പ്രധാനവുമാണ്. ആധിപത്യ രീതിയിലുള്ള അറിവും വിമർശനാത്മകമായിട്ടുള്ള അറിവും സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളാണ് യൂണിവേഴ്സിറ്റികൾ. ഓക്കെ, നോളജിൻ്റെ രംഗമാകമാനം അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ക്രിട്ടിക്കൽ നോളജ് ഫങ്ഷൻ എന്നുള്ളത് ഏറ്റവും കുറഞ്ഞു വരികയും വ്യവസ്ഥക്ക് അനുകൂലമായിട്ടുള്ള മൂല്യങ്ങളുടെ ഉൽപ്പാദനവും അതിനുള്ള ലെജിറ്റിമേഷൻ്റെ എല്ലാ ഉപാധികളും സൃഷ്ടിക്കുന്ന മാർക്കറ്റിനെ ഏറ്റവും അധികം ആശ്രയിക്കുന്ന, മാർക്കറ്റിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന ഒക്കെ ഇടമായി യൂണിവേഴ്സിറ്റികൾ മാറുന്നു. അതുകൊണ്ടാണ് ഇൻഡസ്ട്രി കൊലാബറേഷനും അത്തരം വിഷയങ്ങളൊക്കെ പുതിയ വിദ്യാഭ്യാസ നയത്തിലുമൊക്കെ പ്രമുഖമായിട്ട് വരുന്നത്. അപ്പോൾ അറിവിൻ്റെ മേഖലയിലുള്ള ഈ വിമർശന സാധ്യതയെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴേ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഈ കൂട്ടായ്മയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതിലായി അറിവിനെ ഒരു കോണ്ടെക്സ്ച്വലൈസ് ചെയ്യപ്പെടാത്ത ഒരുതരം ഐവറി ടവർ രീതിയിലുള്ള അറിവുൽപാദനം എന്നുള്ളത് തീരെ അസാധ്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് അഭികാമ്യമാണോ എന്നുള്ളത് വേറൊരു പ്രശ്നം. എന്നാൽ അറിവ് ഉൽപാദനം ആവശ്യപ്പെടുന്ന യൂണിവേഴ്സിറ്റികൾ പോലുള്ള സംവിധാനങ്ങൾ ആവശ്യപ്പെടുന്ന ചില മിനിമം റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അത് നമ്മൾ യൂണിവേഴ്സിറ്റികളുടെ ഓട്ടോണമി എന്നൊക്കെ പറയുന്നു. ഈ ഓട്ടോണമി എന്ന് പറഞ്ഞത് സമൂഹത്തിൽ നിന്ന് തീരെ അടുത്തിമാറ്റി നിലനിൽക്കാനുള്ള ഓട്ടോണമി അല്ല. നേരെ മറിച്ച് ഈ സാമൂഹ്യ വ്യവഹാരത്തിലുള്ള സംഗതികൾ മാത്രം ചർച്ച ചെയ്യുക, അതിൻ്റെ ഇമ്മീഡിയസിയെ മാത്രം അഡ്രസ്സ് ചെയ്യുക എന്നുള്ള ഒരു രീതി മാറി കുറച്ചുകൂടി നോളജിനെ വിശാലമായിട്ടുള്ള അതിൻ്റെ ചരിത്രപരവും ദീർഘകാലത്തേക്കുള്ള അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുക, അത്തരം പ്രസക്തമായിട്ടുള്ള നോളജ് ഉൽപ്പാദിപ്പിക്കുക എന്നൊക്കെ പറയുന്ന, അതിനെ വേണ്ടും വിധം വിതരണം ചെയ്യുക എന്നൊക്കെ പറയുന്ന പ്രക്രിയകൾക്ക് എല്ലാ വിധത്തിലുള്ള ഭരണകൂടത്തിൻ്റെയും സാമൂഹ്യ ശക്തികളുടെയും ഒക്കെ ഇടപെടൽ പലപ്പോഴും തടസ്സമാവാറുണ്ട്. ഓട്ടോണമിയിൽ ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ വിധത്തിലുള്ള ഒരുപക്ഷെ സമൂഹത്തിന് തന്നെ ഡേഞ്ചറസ് എന്നൊക്കെ തോന്നാവുന്ന നോളജിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കണം ആ വിധത്തിൽ. അതേ സമയത്ത് തന്നെ സാമൂഹ്യമായി ഇടപെടാനുള്ള നമ്മുടെ തന്നെ ജ്ഞാനത്തിൻ്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ സാമൂഹ്യ രീതിയിൽ നമ്മുടെ അറിവിനെ ഒരു സാമൂഹ്യ വീക്ഷണത്തിലൂടെ തന്നെ പുനർനിർമ്മിക്കാനുള്ള സാധ്യതകളും ഉണ്ടാവും. സമൂഹത്തിൽ നടത്തി മാറ്റിയിട്ടുള്ള ഒരു ഓട്ടോണമി അല്ലാതെ
നവലിബറൽ രീതിയിലുള്ള യൂണിവേഴ്സിറ്റികൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഓട്ടോണമി എന്ന് പറയുന്നത് അറിവിനെ സംബന്ധിക്കുന്ന ഓട്ടോണമിയെ അല്ല. യഥാർത്ഥ അറിവ് എന്നുള്ളത് പറഞ്ഞു വരിക എപ്പോഴും നോളജ് ഇക്കോണമി എന്നുള്ള നിലയിലാണ് പറഞ്ഞു വരിക. അതിന് നോളജുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അത് കുറച്ച് ടെക്നോളജിക്കലായിട്ടുള്ള ഇൻ്റർവെൻഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു തലമാണ്. ഈ നോളജ് ഇക്കോണമിയും നോളജും തമ്മിൽ അങ്ങനെ വലിയൊരു ബന്ധമൊന്നും നമ്മൾ പലപ്പോഴും കാണില്ല. ഈ നവലിബറൽ കാലഘട്ടത്തിൽ രൂപപ്പെടുന്ന യൂണിവേഴ്സിറ്റികളുടെ പ്രത്യേകത അത് ഈ ഓട്ടോണമി എന്ന് നാം നേരത്തെ വിവക്ഷിച്ച കാര്യത്തിൻ്റെ ഘടകവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുക. ഇപ്പോഴും JNUവിൻ്റെ ഗേറ്റിന് മുമ്പിൽ മിക്കവാറും കാണാവുന്നതാണ് RSSകാരുടെ പ്രകടനം. ഈ ചെറിയ കാര്യങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്കകത്ത് നടക്കുന്ന സാധാരണ യൂണിവേഴ്സിറ്റി ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതിനെ ഉടൻ തന്നെ രാഷ്ട്രീയവൽക്കരിച്ച് അതിനെക്കുറിച്ചുള്ള പ്രകടനങ്ങളായിരിക്കും കാണുക. ഇത് നാം ഉദ്ദേശിക്കുന്ന ക്രിട്ടിക്കലായിട്ടുള്ള ഒരു നോളജ് ഫങ്ഷനും അതുമായി ബന്ധപ്പെട്ടുള്ള സാമൂഹ്യ ഇടപെടലും കൊണ്ടും കൊടുക്കലുകളും സമൂഹവുമായിട്ടുള്ള കൊണ്ടും കൊടുക്കലുകളും അത്തരത്തിലുള്ള ഒരു ബന്ധമല്ല ഇവിടെ കാണുന്നത്. ഒരു യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ മേലുള്ള സർവൈലൻസുമായി അതിൻ്റെ തുടർച്ചയാണത്. ടെക്നോളജിക്കൽ സർവൈലൻസ് അകത്ത് നടക്കുന്നു. അത് പോലീസും പാരാമിലിറ്ററി സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഭരണകൂടം നടത്തുന്നു. അതിൻ്റെ ഇടയിലുള്ള വേറൊരു തരം സർവൈലൻസ് ആണ് യഥാർത്ഥത്തിൽ ഈ റൈറ്റ് വിങ് മിലീഷ്യസ് ശരിക്കും നടത്തുന്നത്. യൂണിവേഴ്സിറ്റീസ് ആ വിധത്തിൽ പ്രത്യേകിച്ച് ഡൽഹി പോലുള്ള പ്രദേശങ്ങളിൽ കുറച്ചുകൂടി റിസ്കി സ്ഥലങ്ങളായിട്ടും മാറിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ചെറുപ്പക്കാരായിട്ടുള്ളവർ പ്രത്യേകിച്ച് ദളിത് വിഭാഗങ്ങളിൽ നിന്നും ന്യൂനപക്ഷങ്ങളിൽ നിന്നും വരുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും അവരോട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല. അവർ നേരിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പലതും. അപ്പം ഈ റിസ്ക് ഫാക്ടർ എന്നുള്ളത് ഈ നവലിബറൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു മുഖ്യമായിട്ടുള്ള ഘടകം ആയിട്ടുണ്ട്. ഒരു റിസ്ക് പ്രൊഡ്യൂസിങ് പ്രിക്കേരിറ്റി സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥിരതയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു ലെഗസി ഉണ്ടാക്കാൻ സാധിക്കുന്ന, ക്രിട്ടിക്കലായിട്ടുള്ള നോളജ് ഫങ്ഷൻ നടക്കുന്ന, സമൂഹവുമായിട്ട് ജൈവികമായി ഇടപെടുന്ന ഒരു ജ്ഞാനമേഖല എന്നുള്ളതിലുപരി സർവൈലൻസിൻ്റെ പ്രിക്കേറിയസ് കണ്ടീഷൻ സൃഷ്ടിക്കുന്ന ഭരണകൂടം ഏത് വിധത്തിൽ നേരിട്ട് ഇടപെടാൻ സാധിക്കുന്ന രീതിയിലുള്ള യൂണിവേഴ്സിറ്റി സംവിധാനങ്ങളായിട്ട് ഈ സമയത്ത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എക്സ്ക്ലൂഷൻ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു വിധത്തിൽ ജ്ഞാനത്തെ തന്നെ പുറന്തള്ളുന്ന ഒരു രീതിയാണ്. ക്രിട്ടിക്കലായിട്ടുള്ള നോളജിനെ തന്നെ പുറന്തള്ളുന്ന രീതിയാണ്. സാമൂഹ്യമായിട്ടുള്ള അധികാര ഘടനയിൽ നിന്ന് മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ജനങ്ങളെ ഒഴിവാക്കാനുള്ള പരമ്പരാഗത രീതികളുടെ മേൽ ഇതും കൂടി ചേരുമ്പോൾ ഈ ഭീഷണി, ഈ പ്രിക്കേരിറ്റി ഞാൻ പറഞ്ഞത്, ജയിലിലിടാൻ ഉള്ള രീതികൾ, സമരങ്ങൾ അനുവദിക്കാതിരിക്കുന്ന രീതി, ഇതുപോലുള്ള രീതികളിലൂടെയൊക്കെയുള്ള എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി നമുക്കിപ്പോൾ കാണേണ്ടി വരും എന്നുള്ളതാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഏതായത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടി നമുക്ക് സേഫായി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു ഇടമാണ്. UR അനന്തമൂർത്തിയൊക്കെ വൈസ് ചാൻസലറായി കോട്ടയത്ത് വന്ന കാലത്ത് പറയുമായിരുന്നു, സമൂഹം പൊതുവിൽ ഭ്രാന്തന്മാരെന്നൊക്കെ വിളിക്കുന്ന മനുഷ്യർക്ക് വന്ന്
വലിയ സാമൂഹ്യ അക്രമമില്ലാതെ അലയാൻ എങ്കിലും പറ്റിയ ഒരു ഇടമായിരുന്നു യൂണിവേഴ്സിറ്റി. ആ ഒരു ഫങ്ഷൻ പോലും ഇന്ന് യൂണിവേഴ്സിറ്റിക്ക് സാധ്യമല്ല. ഐഡന്റിറ്റി കാർഡ് ഇല്ലാതെ കയറാൻ പറ്റില്ല. പല വിധത്തിലുള്ള സർവലൻസാണ് നടക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് യൂണിവേഴ്സിറ്റീസിൻ്റെ നടത്തിപ്പ്, അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിലുള്ള ഭരണകൂട ഇടപെടൽ, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. ഞാൻ അതിലേക്ക് യഥാർത്ഥത്തിൽ കടക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു നവലിബറൽ കാലത്തെ യൂണിവേഴ്സിറ്റി അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൂല്യങ്ങളുടെ പ്രവർത്തനവുമൊക്കെ മനസ്സിലാക്കാൻ ഉള്ള ഒരു അന്വേഷണം എന്ന് പറയുന്നത് ഒരുപാട് തലങ്ങളിൽ നമ്മൾ നടത്തേണ്ടുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഇനീഷ്യേറ്റീവ് എടുത്തതിന് നിങ്ങളോടുള്ള നന്ദി പറയുന്നു. എന്നെ അതിൽ ആക്കിയതിന് പ്രത്യേകിച്ച് താങ്ക് യു. ഹലോ, കേൾക്കുന്നുണ്ട് മാഷേ. ആ ഞാൻ നിർത്തി, നിങ്ങൾക്ക് തുടരാം. പല വിധത്തിലുള്ള ഘടകങ്ങൾ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് മാറ്റി നിർത്തുന്നതെന്ന് സംബന്ധിച്ചിട്ട് വലിയൊരു കാര്യങ്ങൾ തന്നെയാണ് മാഷ് പങ്കുവെച്ചത്. നമുക്കറിയാം, ഇതിപ്പോ കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും ഇത്തരത്തിലുള്ള വ്യവസ്ഥിതികളിൽ നിന്ന് അന്യമല്ല എന്നുള്ളതാണ്. നമുക്ക് റീസെന്റ് നടന്ന KR നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും മറ്റും നടന്നിട്ടുള്ള സമരങ്ങളും മറ്റും ഇതേ കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ്. അപ്പം നമ്മൾ ഈ വിഷയങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കൂടെയാണ് മാഷോട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അപ്പം ഇതിനെ തുടർന്ന് സംസാരിക്കുന്നതിനായിട്ട് മാളവിക മാം ഇവിടെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അല്പസമയത്തിനുള്ളിൽ മാം ജോയിൻ ചെയ്യാന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പം മാഷ് പങ്കുവെച്ച കാര്യങ്ങളിലും തുടർന്ന് എന്തെങ്കിലും ചർച്ച ചെയ്യാനുള്ള ഒരു സമയമായിട്ട് നമുക്ക് ഇതിനെടുക്കാം. അപ്പം എല്ലാവർക്കും സംസാരിക്കാനുള്ളൊരു സമയമാണ്. രാമകൃഷ്ണൻ മാഷെ, എൻ്റെ പേര് ബാബുജി എന്നാണ്. മാഷെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. കേൾക്കാം. മാഷെ, ഇപ്പോ നമ്മളുടെ നാട്ടില് ഭരണഘടനയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും തുല്യതയും അല്ലെങ്കിൽ എല്ലാവരുടെ അവകാശങ്ങളും ഒക്കെ ഉറപ്പാക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെക്കുമ്പോഴും അതിൽ നിന്ന് കുറേയേറെ മാറിയാണ് യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ളത് ഇപ്പൊ മാഷ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടാവുന്നതാണ്. പക്ഷെ എൻ്റെ ഒരു സംശയം വേറൊരു രീതിയിലാണ്. എന്തുകൊണ്ടാണ് ഇപ്പോ ഈ PG വരെയുള്ള അല്ലെങ്കിൽ ഡിഗ്രി വരെയുള്ള തലങ്ങളിൽ കേരളത്തിൽ ഉൾപ്പെടെ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ ഏതെങ്കിലും വിധത്തിൽ എത്തുന്നുണ്ട്? +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് അവർ ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം PG ലെവലിലേക്കോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് PhD എന്നുള്ള ലെവലിലേക്കോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ 1% പോലും ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ടില്ലതാണ്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനെ കാണാൻ പറ്റും? ഭരണഘടനയുടെ തന്നെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ നടന്നു പോയിട്ടുള്ളത്, അതുകൊണ്ട് ഇനിയും അങ്ങനെ തന്നെ നടക്കുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ടു പോയ ചിന്തകളുണ്ട്. അപ്പോൾ അത്തരം ചിന്തകളിൽ മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് ഏത് രീതിയിലാണ് ഇടപെടാൻ പറ്റുക? ഇപ്പോൾ JNU പോലുള്ളത് ഒരു വേറിട്ട ഇടമായിട്ട്, പ്രത്യേകിച്ചും
എന്താ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ, കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ പോലും JNU ഒക്കെ വ്യത്യസ്തമായ ഒരു ഇടമായിട്ടാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ചിത്രം. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു വ്യത്യസ്തമായിട്ട് ഇടമായിട്ട് മൊത്തത്തിൽ അല്ലെങ്കിൽ JNU പോലെ, അല്ലെങ്കിൽ JNU വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പോലും JNUവിനേക്കാൾ നല്ല രീതിയിൽ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് മാറ്റാൻ പറ്റുക? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതിന് കൃത്യമായ ഒരു ഉത്തരമൊന്നും എൻ്റെ കയ്യിലില്ല. ഈ ഇൻഡിവിജ്വൽ കേസസിനപ്പുറം ഇപ്പോൾ ഞാനീ പറഞ്ഞ ഈ നവലിബറലിസത്തിൻ്റെ ഒക്കെ ഒരു കാലം എന്ന് പറയുന്നത് മനുഷ്യരിപ്പം നാം മനുഷ്യ അവകാശങ്ങളുടെയൊക്കെ മണ്ഡലം ഒരു തലത്തിൽ വളരെ വിപുലപ്പെടുന്നുണ്ട്. ഇപ്പം ജെൻഡർ റൈറ്റ്സിൻ്റെ ഒക്കെ കാര്യത്തിൽ വ്യത്യസ്ത ജെൻഡറുകളിൽപ്പെട്ടിട്ടുള്ളവർക്ക് ആ ജെൻഡറിനെ ഒരു സ്പെക്ട്രമായിട്ട് കാണാനും ഒക്കെ ഉള്ള ഒരു രീതിയും അതിന് കുറച്ചൊക്കെ സമരങ്ങളിലൂടെ വളരെ കാലമായിട്ടുള്ള പരിശ്രമങ്ങളിലൂടെ കുറേയൊക്കെ അത്തരം അവകാശങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലീഗലായിട്ടൊക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു രീതിയൊക്കെ വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ ഇതിന് ഒരു മറുപുറം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ഈ നവലിബറൽ കാലഘട്ടത്തിൽ മനുഷ്യാവകാശങ്ങളുടെ ഈ മേഖലയെ അതിൻ്റെ ആകാശം വിപുലമാവുന്നു എന്ന് നമുക്ക് ഒരു വിധത്തിൽ തോന്നുമ്പോൾ, മറുവശത്ത് നാം നേടിയിട്ടുള്ള അവകാശങ്ങൾ ഇല്ലാതാവുകയും ഈ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള അവകാശ മേഖലക്ക് ഒരുപക്ഷെ പലപ്പോഴും പകരം തന്നെ ഈ സ്റ്റേറ്റ് ഓഫ് എക്സെപ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, ഈ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും മേഖല എടുക്കുക, ഇപ്പം ഒരു ഇക്കണോമിക് ഫ്രീ സോണിൻ്റെ കാര്യം എടുക്കുക. ഒരു ഇക്കണോമിക് ഫ്രീ സോണിൽ അതിൻ്റെ സാമ്പത്തിക വശം ആണ് എല്ലാവരുടെയും മുമ്പിൽ പെട്ടെന്ന് വരിക. പക്ഷെ അതിൻ്റെ രാഷ്ട്രീയ വശം ആലോചിച്ച് നോക്കുക. എന്താണ് ഒരു സോവറനായിട്ടുള്ള ഭരണകൂടം പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലുള്ള റൈറ്റ്സ് ഈ പ്രത്യേക മേഖലകളിൽ ബാധകമല്ല എന്നാണ് പറയുന്നത്. അതും നിയമമാണ്, പുതുതായി വരുന്ന നിയമങ്ങളിലാകുമാണ്. അതാ പഴയ നിയമത്തിൻ്റെ പിന്തുടർച്ച ആപ്സ പോലുള്ള ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് പോലുള്ളതാണെങ്കിലും പുതുതായി ഉരുത്തിരിച്ചെടുത്തിട്ടുള്ള കുറേ കാലം കൊണ്ട് എടുത്തിട്ടുള്ള UAPA പോലുള്ള നിയമങ്ങളാണെങ്കിലും ഒക്കെ ഈ പുതിയ നിയമങ്ങൾ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ബാധകമല്ല ഒരുപാട് വലിയ ജനവിഭാഗത്തിന് എന്ന്, അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യ അവകാശങ്ങളുടെ വലിയൊരു നിരയെ പിൻവലിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പുതിയ നിയമങ്ങൾ പലപ്പോഴും, അതുകൊണ്ടാണ് ഞാൻ ഈ നവലിബറൽ കാലഘട്ടത്തെയൊക്കെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്, അതിൻ്റെ പ്രത്യേകത തന്നെ നിയമത്തെ പിൻവലിക്കാനുള്ള ദി ലോ, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, അതിനെ പിൻവലിക്കുകയും അതിന് പകരം ഉള്ള പുതിയ നിയമ സംവിധാനങ്ങൾ, അത് നിയമം തന്നെയാണ്. പലപ്പോഴും വലിയ ചർച്ചയൊന്നുമില്ലാതെ പാസ്സാക്കുന്ന കാര്യം നമുക്കറിയാം. റിഫോം ബൈ സ്റ്റെൽത്ത് എന്ന് നമ്മൾ പലപ്പോഴും, ലീഗൽ റിഫോം ആ വിധത്തിലാണ് അത് കള്ളത്തരത്തിലൂടെ നടത്തുന്നത്. എന്തായാലും പുതിയ നിയമങ്ങൾ ഭരണഘടന എന്ന് പറയുന്ന നിയമസംഹിതയെ വെല്ലുവിളിക്കാനുള്ള നിയമങ്ങളാണ്, അല്ലാതെ ഭരണഘടനയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിയമങ്ങളല്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ സമരങ്ങളിലൂടെയൊക്കെ എല്ലാ നമ്മുടെ വലിയ രീതിയിലുള്ള അവകാശങ്ങൾ, സമത്വ വിചാരങ്ങളും ഒക്കെ തന്നെ വലിയ സമരങ്ങളിലൂടെ നടന്നിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. അതിലൂടെ നമ്മുടെ അവകാശം വികസിക്കുന്നുവെങ്കിലും സബ്സ്റ്റാൻഷ്യലായിട്ട് ഇങ്ങനെയുള്ള അവകാശങ്ങളെ എടുത്തു കളയുന്ന ആ സ്റ്റേറ്റ് ഓഫ് എക്സെപ്ഷൻ
ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഓഫ് എക്സെപ്ഷൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റിസർവേഷൻ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണോ സ്ഥാപിക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റിസർവേഷൻ ഉള്ള പ്രൊവിഷൻ ഉണ്ടായാൽ പോരല്ലോ. അത്തരം പ്രൊവിഷൻ നടപ്പാക്കാവുന്ന തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്ഥാപനമല്ല നടക്കുന്നത്. മറിച്ച് ഇപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, പുതിയ യൂണിവേഴ്സിറ്റികൾ ധാരാളം വരുന്നു. എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ അവകാശങ്ങളുടെ ഒരു നിര നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാമെങ്കിലും നിയമം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധമായി ഉണ്ടാക്കുക. സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ സ്ഥാപനങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അവകാശങ്ങളെ എങ്ങനെ മറികടന്ന് മറ്റു വിധത്തിൽ ഫങ്ഷൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നോക്കുക. അങ്ങനെ നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ സ്പേസ് വളരെ ഷ്രിങ്ക് ചെയ്യുന്നതായി മാർജിനലൈസ് കമ്മ്യൂണിറ്റീസിന്, അത് ജെൻഡർ വൈസ് ആയിട്ടുള്ള മാർജിനലൈസേഷൻ ആണെങ്കിലും കാസ്റ്റ് വൈസ് ആയിട്ടുള്ള മാർജിനലൈസേഷൻ ആണെങ്കിലും റിലീജിയസ് രീതിയിലുള്ള മാർജിനലൈസേഷൻ ആണെങ്കിലും ഒക്കെ തോന്നുന്നത് അത് യാഥാർത്ഥ്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ സാധ്യതകളില്ലെന്ന് തോന്നുന്നത് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ കൂടിയാണ് എന്നുള്ള പൊതുവിൽ പറയേണ്ടി വരും. വേറെ കമന്റ്സ് വല്ലതും ഉണ്ടോ, ചോദ്യങ്ങൾ? ഹലോ മാഷെ, എൻ്റെ പേര് ഹർഷ. ഹലോ. അപ്പൊ മാഷ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളില് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങള് മാറ്റി നിർത്തപ്പെടുന്നത് എന്നുള്ളൊരു സാധനമാണ് മാഷ് സംസാരിച്ചത്. അപ്പൊ എനിക്ക് അതിന്റെ കൂടെ മാഷ് ഈ ഒരു സാധനം കൂടെ സംസാരിച്ചാൽ നല്ലതായിരിക്കും തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കാൻ വേണ്ടി വന്നത്. അതായത് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് എന്നതിനപ്പുറത്തേക്ക് പാഠ്യപദ്ധതിയിൽ നിന്നുകൂടെ ഇവര് മാറ്റി നിർത്തപ്പെടുന്ന ഒരു ട്രെൻഡ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ. അല്ലെങ്കിൽ ഞാൻ ഹിസ്റ്ററി PG വരെ പഠിച്ച ഒരാളാണ്. അപ്പൊ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ പോലും, അതായത് UG കഴിഞ്ഞ് ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് പോലും ഇന്ത്യയിൽ നടന്ന ട്രൈബൽ റിവോൾട്ടുകളെ പറ്റി, അതിപ്പോ സാന്താൾ റിവോൾട്ട് ആയാലും തുടങ്ങിയിട്ടുള്ള ട്രൈബൽ റിവോൾട്ടുകളെ പറ്റിയോ ഒന്നും നമ്മുടെ സിലബസിന്റെ ഭാഗമല്ല. അത് നമ്മൾ PGക്ക് വരുമ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അതൊരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കേൾക്കുന്നത് പോലും. അപ്പോ സ്ഥാപനങ്ങളിൽ നിന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കാഴ്ചയിൽ വരുന്ന എന്തിൽ നിന്നും ഇത്തരം വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്നത്, വിദ്യാഭ്യാസം, ടെക്സ്റ്റ് ബുക്ക്, ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ എല്ലാ തരത്തിലും ഇത്തരം വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്നതായിട്ടൊരു കാര്യം ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. അപ്പൊ അത് മാഷ് കുറച്ചും കൂടെ അതിനെപ്പറ്റി സംസാരിച്ച് നല്ലതായിരിക്കും തോന്നുന്നു. വിദ്യാഭ്യാസത്തിന്റെ കണ്ടന്റിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് റേസ് ചെയ്തിട്ടുള്ളത്. വളരെ വിപുലമായിട്ടുള്ള ഒരു കാര്യമാണ് അത്. ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് കൂടുതലായിട്ട് അത് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ രംഗങ്ങളും, എല്ലാ വിഷയങ്ങളും, നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളിലൊക്കെ പാഠ്യവിഷയങ്ങളിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന ഒരു സംഗതി കൂടിയാണത്. അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് വളരെ മൾട്ടി ഫാസറ്റഡ് ആയിട്ട് തന്നെ കാണേണ്ടുന്ന ഒരു കാര്യമാണ്. ഒന്ന്, അത്തരം ചരിത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. അത് കുറേയൊക്കെ സംഭവിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് ശുഭോദർക്കമായിട്ടുള്ള ഒരു കാര്യമാണ്. പല ജീവിത സരണികളിൽ നിന്ന് വരുന്ന ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് പരമ്പരാഗതമായിട്ട് അകറ്റിമാറ്റപ്പെട്ട ജനവിഭാഗങ്ങളൊക്കെ അവരുടെ ചരിത്രം നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മുടേത്. അതിനുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ എത്ര കണ്ട് അത് യൂണിവേഴ്സിറ്റികളുടെയോ ഒക്കെ അക്കാഡമികമായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഇന്നും എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാണ്. അത് തീരെ ഇല്ലെന്ന്
പറയാൻ സാധിക്കില്ല. പല പാഠ്യ രംഗങ്ങളിലും അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ വിധത്തിൽ എന്താണ് ഒരു ക്രിട്ടിക്കൽ മാസ് ഓഫ് സ്കോളർഷിപ്പ് ഉണ്ടായി വരുന്ന സമയത്ത് അത് നമുക്കറിയാം. ഇപ്പോൾ കുറേയൊക്കെ ദളിത് സ്റ്റഡീസിൽ അതുണ്ടായിട്ടുണ്ട്, വിമൻ സ്റ്റഡീസിൽ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് രംഗങ്ങളിൽ അതുണ്ടായിട്ടുണ്ട്. പക്ഷെ പല മാർജിനലൈസ് വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളുടെ കാര്യം പറഞ്ഞു, ആദിവാസികളുടെ മേഖലയിൽ ചരിത്രപരമായി ഒരുപാട് ജ്ഞാനം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ആദിവാസികളാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രൊവിഷൻ എന്താണ് ഒരു ജനവിഭാഗത്തിൻ്റെ സെൽഫ് ഡിറ്റർമിനേഷനുള്ള കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള പ്രൊവിഷൻ എന്താണ് എന്നൊക്കെ പൊതുസമൂഹത്തെ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് അക്കാഡമിക് സമൂഹമൊന്നുമല്ല, പ്രത്യേകിച്ച് ആദിവാസി സമരങ്ങളിലൂടെയാണ്. അത് കേരളത്തിലൊക്കെ ഭൂസമരങ്ങളിലൂടെ ആയിരുന്നു ആദിവാസികൾ എന്നൊക്കെ നമുക്കറിയാം. എങ്കിലും ഒരു യൂണിവേഴ്സിറ്റി സിലബസിനെ മാറ്റി തീർക്കുന്ന ഒരു പ്രക്രിയയിൽ, അല്ലെങ്കിൽ അത് തിരുത്തി അല്ലെങ്കിൽ അത് പുതുക്കുന്ന സമയത്ത് അവിടെ മുമ്പിൽ എത്ര കണ്ട് ഇത്തരം വിഷയങ്ങൾ വരുന്നു എന്നുള്ളത് പ്രധാനമാണ്. ലഭ്യമായിട്ടുള്ള അറിവുകൾ തന്നെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ ഉപയോഗിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി യഥാർത്ഥത്തിൽ ഈ അക്കാഡമിക് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവരത്തരം ഒരു പീപ്പിൾസ് മൂവ്മെൻറ്റിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വിഭാഗമാണ് എന്ന് പൊതുവിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ദി എഡ്യൂക്കേറ്റേഴ്സ് ഹാവ് ടു ബി എഡ്യൂക്കേറ്റഡ്, അതിൽ ഒട്ടും സംശയമില്ല. പലപ്പോഴും സാമൂഹ്യമായിട്ടുള്ള പ്രസ്ഥാനങ്ങളും ഒക്കെയാണ് അവരെ ഇതിനു വേണ്ടി നിർബന്ധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കുറച്ച് ഇത്തരം കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചരിത്രം പഠിപ്പിക്കുന്നതിൽ ഇന്ന ജനവിഭാഗങ്ങളെ പുറന്തള്ളിയിട്ടുള്ള ഒരു ചരിത്രമാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള വലിയ ഒരു പ്രശ്നം ശക്തമായിട്ട് തന്നെ ഉന്നയിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമേ യഥാർത്ഥത്തിൽ അത് സിലബസിൻ്റെ ഭാഗമാവുള്ളൂ, അത് പഠന പ്രക്രിയയുടെ ഭാഗമാവുള്ളൂ എന്നുള്ള സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കമ്മ്യൂണിറ്റീസിൻ്റെ ഇഷ്യൂ മാത്രമല്ല, അത് പൊതുവിൽ അക്കാഡമിക് രംഗത്തുള്ളവർ അത്തരം ഇഷ്യൂസിനെ ലൈവായിട്ട് നിലനിർത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അല്ലെങ്കിൽ ഈ മാറ്റം പല ചരിത്രങ്ങളുടെയും നിഷേധം തുടർന്ന് കൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ളതാണ് ഒരു സംഗതി. അപ്പോൾ ജ്ഞാനോൽപാദനത്തിൻ്റെ മേഖലയിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ കൂടുതലായിട്ട് ഉണ്ടാവണം. ആ ഉൽപ്പാദിപ്പിച്ച ജ്ഞാനത്തെ യഥാർത്ഥത്തിൽ പെഡഗോജിക്കലായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യമായിട്ടുള്ള ഇടപെടൽ തന്നെ വളരെ ശക്തമായിട്ട് വേണ്ടി വരും എന്നുള്ളതാണ് തോന്നുന്നത്. ഇതൊക്കെ കുറെ കൂടി വളരെ പ്രയാസകരമാവുന്നത് ഈ ശക്തമായിട്ടുള്ള ഹിന്ദുത്വം പോലുള്ള തീവ്ര വലതുപക്ഷ ശക്തികളുടെ വളർച്ചയും അവർക്ക് വിദ്യാഭ്യാസവും സംസ്കാരവും അത്തരം മേഖലയിലുള്ള അതീവ താല്പര്യവും അതിലെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിലുള്ള അവരുടെ ഇടപെടലും പലപ്പോഴും അക്കാഡമിക്കുകളല്ല അതിൽ വിജയിക്കുന്നതെന്ന് നമുക്കറിയാം. അതിൽ വിജയിക്കുന്നത് ഭരണകൂടമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഇത്തരം സമയത്ത് ഈ നോളജിൻ്റെ ഒരു രംഗം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഈ വിധത്തിലുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ഇൻ്റർവെൻഷൻ്റെ ഒരു രംഗം കൂടി അത് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്കൊക്കെ അതിൽ വലിയ റോളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശക്തമായി അതിന് വിട്ടുവീഴ്ചയില്ലാത്ത സമരങ്ങളാണ് അതിന് പലപ്പോഴും വേണ്ടി വരിക. അത് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയൊക്കെ ഭാഗത്ത് നിന്ന് അത്തരം സമരങ്ങളുമായിട്ടുള്ള കണ്ണിചേർക്കലും ഒക്കെ വളരെ പ്രധാനവുമായി വരും. ഈ ഇത്തരം സിലബസ് റിവിഷനുകളുടെ സമയത്ത് പാഠ്യപദ്ധതികളിൽ പൊതുവിൽ ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ വിഷയങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ പലതും ആ വിധത്തിൽ ചെയ്യാനുണ്ട് എന്നാണ് തോന്നുന്നത്. വളരെ നേരിട്ട്
വളരെ കൃത്യമായി അതിനൊരു ഉത്തരം പറയണമെങ്കിൽ നമ്മൾ ഏത് പ്രത്യേക വിഷയത്തിൽ ഏത് വിധത്തിലുള്ള ഇൻ്റർവെൻഷൻ എന്നൊക്കെ ആ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൃത്യമായിട്ട് അത്തരം കാര്യങ്ങൾ അറിയാമായിരിക്കും. ഏറ്റവും പ്രധാനം നിശ്ചയമായും സാമൂഹ്യമായി വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറുള്ള ഒരു അക്കാഡമിക സമൂഹം ഉണ്ടോ എന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അതെങ്ങനെ സൃഷ്ടിച്ചെടുക്കാം എന്നുള്ള കാര്യം. നമുക്ക് വിവിധ വിദ്യാർത്ഥി സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ക്യാമ്പസിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതില്, അവിടെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാക്കുന്നതില്, അവകാശ സമരങ്ങൾ നയിക്കുന്നതിലൊക്കെ വിദ്യാർത്ഥി സംഘടനകളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തേണ്ടത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് നിർമ്മിക്കുന്നതിന് അനിവാര്യമാണ്. അപ്പം വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് നമുക്കറിയാം, കേരള കേന്ദ്ര സർവകലാശാലയിലെ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ SFI യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അമൽ ആസാദിനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം. നമസ്കാരം. ഇവിടെ ഇങ്ങനൊരു ചർച്ച നടക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ആകമാനം വരുന്ന സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ സംഘടനാ പ്രവർത്തനത്തിന് പോകരുതെന്നും സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ്. ഇതിനിടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അടുത്ത് വന്നിട്ടുള്ള സർവകലാശാലകൾ, കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള 2009 ആക്ട് പ്രകാരം വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ, പ്രത്യേകിച്ച് മറ്റ് സർവകലാശാലകളും ഉൾപ്പെടെ, ഇവ പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള കാരണം, ഈ സർവകലാശാലകളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഒരു നിരോധനാജ്ഞ പോലെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ആകമാനമുണ്ട്. കേരളത്തിലും ഉണ്ട് എന്നുള്ളത് അപകടകരമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് ഏറ്റവും സാധ്യത നിൽക്കുന്ന ഒരു സ്ഥലമെന്ന നിലയ്ക്ക് കേരളത്തിൽ പോലും, കേന്ദ്ര സർവകലാശാലയിൽ പോലും വിദ്യാർത്ഥികളുടെ ജനാധിപത്യപരമായ കൂട്ടായ്മക്ക് വിഘ്നം വരുത്തുന്ന ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്നു. അതിനുള്ള കാരണം, ഇന്ന് കഴിഞ്ഞ 2 ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നപ്പോൾ അവർ മുന്നോട്ട് വെച്ചൊരു പോളിസിയാണ്. അത് പുത്തൻ വിദ്യാഭ്യാസമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിന് അപ്പുറം UGCക്ക് സമാന്തരമായിട്ട് വിദ്യാഭ്യാസ മിനിസ്ട്രി തന്നെ ഇത്തരം സർവകലാശാലകളെ നേരിട്ട് നിയന്ത്രിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ നേരിട്ട് നിയന്ത്രിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ആ ക്യാമ്പസിന്റെ അക്കാദമിക് പരവും അല്ലാത്ത മുഴുവൻ പ്രശ്നങ്ങളിലും രാഷ്ട്രീയമായിട്ടല്ലാതെ ഒരു തീരുമാനം അഡ്മിനിസ്ട്രേഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയും. അത് കേവലം കക്ഷി രാഷ്ട്രീയം എന്നതിനപ്പുറം അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി നടപ്പാക്കുന്ന മേഖലയായിട്ട് കേന്ദ്ര സർവകലാശാലകൾ മാറുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, എനിക്ക് മറ്റ് സർവകലാശാലകളുടെ സ്ഥിതി അറിയില്ല, കേരള കേന്ദ്ര സർവകലാശാലയിൽ SC/ST വിഭാഗത്തെ അവഗണിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും സാമൂഹ്യ നീതിയുടെ ലംഘനം PhD അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ളത് എല്ലാവരുടെയും ശ്രദ്ധയിൽ കൂടി പെടുത്തുകയാണ്. മറ്റ് സർവകലാശാലകൾ എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്? ഒന്ന്, ഈ വർഷം ഇവിടെ അനുവദിച്ചിട്ടുള്ള ഫീസ്, PhD അഡ്മിഷനുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഫീസ് 32,000 രൂപയാണ്. ഈ 32,000 രൂപ ജനറൽ വിദ്യാർത്ഥി അടക്കുമ്പോൾ, ജനറൽ കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥി അടക്കുമ്പോൾ, ഇവിടുത്തെ SC/ST വിഭാഗക്കാരും അവരും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്
1200 രൂപയുടെ വ്യത്യാസം. ഇതിലും വലിയ അനീതി ഇവിടെ നടക്കാനില്ല. നമ്മൾ എത്ര ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ഇടക്കാലത്ത് യൂണിവേഴ്സിറ്റിയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ 2018 ശേഷം ഒരു 6 വർഷത്തിനിടയിൽ 8 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ സമരങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള സമരങ്ങൾ ഈ അടുത്തിടെ നടന്നിട്ടുണ്ട്. ആ സമരങ്ങളിൽ ഉണ്ടായിട്ടുള്ള പങ്കാളിത്തം അതിവിടെ മാത്രമല്ല, ഇന്ത്യയുടെ ജനാധിപത്യ പോരാട്ടത്തിന്റെ വേദിയായി മാറിയിട്ടുള്ള മറ്റ് സർവകലാശാലകളുടെ എല്ലാം അവസ്ഥയാണ്. വിദ്യാർത്ഥികൾ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. ആ മാറി നിൽക്കാനിടയായ സാഹചര്യം അത് രാജ്യത്തിന്റെ ജനാധിപത്യ ബോധത്തെ പോലും, ജനാധിപത്യപരമായ നിലനിൽപ്പിനെ പോലും അപകടകരമായിട്ടുള്ളൊരു ഭാവിയെ വിധാനം ചെയ്യുന്ന വിധത്തിലേക്ക് മാറുക. PhD ജാതിയുടെ പേരിൽ 6 മാസത്തോളം അഡ്മിഷൻ കൊടുക്കാതെ വിദ്യാർത്ഥിയെ ബുദ്ധിമുട്ടിച്ചൊരു സർവകലാശാലയായിട്ട് കഴിഞ്ഞ ഒരു അക്കാദമിക് ഇയറിലൂടെ ഒരു സംഭവം ഉണ്ടായി. ഇത്തരം വിഷയങ്ങളോട് ഞാൻ പറയേണ്ട കാരണം, ഇത്തരം വിഷയങ്ങളോട് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം എത്രമാത്രം, ഇവിടുത്തെ എന്നല്ല ഇന്ന് ഈ CUET എഴുതി മുന്നോട്ട് വരുന്ന വിദ്യാർത്ഥികൾ എത്രമാത്രം വിദ്യാർത്ഥികൾ ഇത്തരം വിഷയത്തോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം. ആ അപകടത്തെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്തേണ്ട ഒരു കാലഘട്ടം. ഒന്ന്, സർവകലാശാലകൾക്കൊക്കെ ഒരു സ്വയംഭരണ സ്ട്രക്ചർ നിലനിൽക്കുന്നു. ആ സ്ട്രക്ചറിനകത്ത് അവർക്ക് എന്തും തോന്നിയ പോലെ നടപ്പിലാക്കാൻ പറ്റും എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. യൂണിവേഴ്സിറ്റികൾക്ക് ഇതിനൊരു ആഗോള വശം കൂടിയുണ്ട്. യൂണിവേഴ്സിറ്റികൾക്ക് ഫണ്ട് അലോട്ട് ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റികൾക്ക് UGC കൊടുക്കേണ്ട ഫണ്ട് നിശ്ചിത ശതമാനം തിരിച്ചടക്കേണ്ട ഗതികളിലേക്ക് സർവകലാശാലകൾ മാറുന്നു. ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള ഇടമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സർവകലാശാലകൾ സാധ്യതയില്ല എന്നുള്ളതാണ് ഇന്ന് കണ്ടുവരുന്നൊരവസ്ഥ. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭ്യമാവാനുള്ള ഒരു സാഹചര്യം അത് സാമ്പത്തികമായിട്ട്, സാമൂഹികമായിട്ട്, രാഷ്ട്രീയമായിട്ടൊന്നും എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളാനുള്ള ഒരു നിലയിലേക്കുള്ള മനോഭാവം സർവകലാശാലകൾ കാണിക്കുന്നില്ല. ഒരു സ്വകാര്യ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സ്വകാര്യ സർവകലാശാലകൾ ഏത് വിധത്തിലാണോ പ്രവർത്തിക്കുന്നത് അതിന് സമാനമായിട്ട് സർവകലാശാലകൾ മാറുന്നു. അതിനുള്ള കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ കോർപ്പറേറ്റുകൾ തയ്യാറാവുന്നതിന് സമാനമായിട്ട് വിദ്യാഭ്യാസ മേഖലയെ കമ്പോളവൽക്കരിക്കുന്നതിൻ്റെയൊക്കെ ഇടപെടൽ ഇതിന്റെ പ്രയാസകരമായിട്ടുള്ള അനുഭവമായിട്ട് മാറുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉണ്ടാവേണ്ട പ്രധാനമായിട്ടുള്ളൊരു കാര്യം, യോജിച്ച സമരങ്ങൾ ഇല്ലാതാവുന്നു. യോജിച്ച സമരങ്ങളില്ലാത്ത ഒരു കലാലയത്തിൽ ഏതനീതിയും കടന്നു വരുന്നു എന്നുള്ളതിന്റെ സാക്ഷ്യപത്രമായിട്ട് കേരളത്തിലെ കേന്ദ്ര സർവകലാശാല മാറുന്നു. കേരളത്തിലെ മാത്രമല്ല, മറ്റ് സർവകലാശാലകളുടെയും സമാനമായിട്ടുള്ളൊരു അവസ്ഥ നിലനിൽക്കുന്നു. രാഷ്ട്രീയം ചർച്ച ചെയ്യാത്ത ക്ലാസ് മുറികൾ ഉണ്ടാവുന്നു. നമ്മൾ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം, കേരളത്തിലെ ക്യാമ്പസുകളിൽ മുഴുവൻ SFIക്കാർ ഉൾപ്പെടെയുള്ള സംഘടനക്കാർ അക്രമ രാഷ്ട്രീയം കളിച്ച് വിദ്യാഭ്യാസ മേഖല തകർക്കുകയാണെന്ന് ഉള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉള്ള അക്കാദമിക് ബുദ്ധിജീവികൾ ഉൾപ്പെടെ വലിയ ചർച്ചകൾ നടത്തി വലിയ സംവാദങ്ങൾക്ക് നേതൃത്വം നൽകി. അതേ സാഹചര്യത്തിൽ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? പുറത്തേക്ക് രാഷ്ട്രീയ സാധ്യത നിലനിൽക്കാത്ത, രാഷ്ട്രീയമായി സംഘടിക്കാത്ത ക്യാമ്പസുകളുടെ അവസ്ഥ എന്താ? ആ അവസ്ഥകളെ പറ്റി നമ്മളാരും ചർച്ച ചെയ്യുന്നത്. എന്നാൽ കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പുറത്ത് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനൊരു അന്തരീക്ഷത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ സാധ്യത അനുദിനം വർദ്ധിക്കാം. അപ്പൊ ഇതിലൊരു മാറ്റം വരണമെങ്കിൽ, ഇന്ന് നിലനിൽക്കുന്ന ഈ സിസ്റ്റത്തിൽ മാറ്റം വരണമെങ്കിൽ അതിനുതകുന്ന സമരരൂപങ്ങൾ സർവകലാശാലകളിൽ രൂപപ്പെട്ടു വരണം. ആ സമരങ്ങൾക്കെതിരായിട്ടുള്ള മനോഭാവം അത് ഭരണ സംവിധാനത്തിന്റെ അടുത്ത് മാത്രമല്ല, നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളെ ഈ അക്കാദമിക് മത്സര മാടുകളായിട്ട് മാറ്റുന്ന, എല്ലാവർക്കും ഒന്നാമനാവാൻ വേണ്ടി എല്ലാവരും അധ്യാപകർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ വാർത്തെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള
ഒരു അക്കാദമിക് സ്ട്രക്ചർ രൂപപ്പെടുത്തി വന്നിട്ടുണ്ട്. വിവേചന ബുദ്ധിയില്ലാത്ത, എതിർപ്പ് പ്രകടിപ്പിക്കാൻ ഇടമില്ലാത്ത അത്തരമൊരു അന്തരീക്ഷത്തിലേക്ക് എല്ലാവരും അധ്യാപകർക്കും അഡ്മിനും പഠിക്കുന്ന ആരാണോ അധികാരം കയ്യിലുള്ളത്, ആരാണോ അവർക്ക് അനുഗുണമായി പ്രവർത്തിക്കേണ്ട, അവർക്ക് അനുഗുണമായിട്ടുള്ള പഠനത്തെ രൂപപ്പെടുത്തേണ്ട ഒരു അന്തരീക്ഷം എല്ലാ ക്യാമ്പസുകളിലും രൂപപ്പെട്ടു വരുന്നുണ്ട്. ആ രൂപപ്പെടലിനെതിരായിട്ടുള്ള സമരങ്ങൾക്ക്, കൂട്ടായ്മകൾക്ക് നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അത് സംഘടിച്ചാൽ മാത്രം സാധ്യമാണ്. വിദ്യാർത്ഥികൾ സംഘടിക്കാതെ ഈ ഒരു പരിതാപകരമായ അവസ്ഥയെ, ഫാസിസം വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്ന പരിതാപകരമായ, അപകടകരമായ അവസ്ഥയെ മറികടക്കാൻ കഴിയില്ല എന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, കഴിഞ്ഞ 2 വർഷത്തെ ക്യാമ്പസിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. കാരണം അത്രമാത്രം ദയനീയമായ അവസ്ഥയിലേക്ക് സർവകലാശാലകൾ മാറുന്നു. സർവകലാശാലകളുടെ വിദ്യാർത്ഥികളുടെ മനോഭാവവും ആ നിലയിലേക്ക് മാറുന്നു, ഇന്റേണൽ മാർക്ക് സിസ്റ്റം വഴി. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയായിരിക്കും. 60 മാർക്ക് ഇന്റേണലും 40 മാർക്ക് എക്സ്റ്റേണലും എഴുതി പാസ്സാവേണ്ട അവസ്ഥയിലേക്ക് അക്കാദമിക് സ്ട്രക്ചർ മാറുമ്പോൾ അധ്യാപകരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പഠിക്കേണ്ടി വരുന്ന, പ്രതികരിക്കേണ്ടി വരുന്ന, പ്രതികരണങ്ങൾ രേഖപ്പെടുത്തേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. അവിടെ വിദ്യാർത്ഥിയെ ഇരിക്കുമ്പോൾ തന്നെ ഇത്തരം വിവേചനങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ തന്നെ രൂപമാതൃകകൾ നൽകി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഭാവി, അത് ക്യാമ്പസുകളുടെ ഭാവി മാത്രമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി കൂടി തൂക്കുതുലാസിൽ ആടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അമല് മുന്നോട്ട് വെച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ആശയങ്ങളാണ്, കാര്യങ്ങളാണ്. ഇപ്പൊ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയവൽക്കരണവും സമരങ്ങളില്ലാത്ത അവസ്ഥയൊക്കെ എന്ന് പറയുന്നത്, അതായത് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല, നമ്മുടെ കാര്യമില്ല എന്ന് പറഞ്ഞ് നടന്നു നീങ്ങുന്ന വിദ്യാർത്ഥികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു നിന്നാൽ മാത്രമേ, പ്രതികരിച്ചാൽ, സമരം ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത്തരത്തിലുള്ള നമ്മളെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത്രയും കാലം നടന്ന അവകാശ സമരങ്ങൾ തന്നെയാണ്, വിദ്യാർത്ഥികളുടെ ഇടപെടൽ തന്നെയാണ് നല്ലൊരു അന്തരീക്ഷം ക്യാമ്പസിന് നൽകിയിട്ടുള്ളത്. അതിൽ നിന്നും നടന്നു നീങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പൊ ബാക്കി വിദ്യാർത്ഥി സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്. അതിനു മുന്നായിട്ട്